നമസ്കാരം. മലബാർ ഫാഷൻ ലേഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ ഫാഷൻ ലേഡിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ തന്നെ ശ്രദ്ധേയയായ യുവനായികമാരിൽ ഒരാളായ ജ്യോതി കൃഷ്ണയാണ്. ബാബു ജനാർദ്ദനൻ രചനയും സംവിധാനവും നിർവഹിച്ച ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ജ്യോതി കൃഷ്ണ ലാസ്റ്റ് ബെഞ്ച്, പാതിരാമണൽ, ഗോഡ് ഫോർ സെയിൽ തുടങ്ങിയ ചിത്രങ്ങളിലെ സ്വതസിദ്ധമായ അഭിനയ പാടവം കൊണ്ട് മുൻനിര നായികമാർക്കിടയിൽ സ്ഥാനം പിടിച്ചു. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ടി എ റസാഖ് ചിത്രമായ മൂന്നാം നാൾ ഞായറാഴ്ച കൂടാതെ ഒട്ടനവധി ചിത്രങ്ങൾ ജ്യോതിയെ കാത്തിരിക്കുകയാണ്. നമുക്ക് ജ്യോതിയെ നേരിട്ട് പരിചയപ്പെടാം. മലബാർ ഫാഷൻ ലേഡിയിലേക്ക് ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിയെ തന്നെ നമ്മുടെ അതിഥിയായി ലഭിച്ചത് നമ്മുടെ ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഇന്ന് നമുക്ക് മലബാർ ഫാഷൻ ലേഡിയിലൂടെ ജ്യോതിയുടെ ഫാഷൻ അഭിരുചികളെക്കുറിച്ചും ട്രെൻഡ്സ്, സ്റ്റൈൽസ്, ആറ്റിറ്റ്യൂഡ്സ് ഇവയെക്കുറിച്ചും നേരിട്ട് ചോദിച്ചറിയാം. ഇന്ന് മലയാള സിനിമയിൽ ഒരറിയപ്പെട്ട നടിയാണ്. ഒരു പുതുമുഖമായാലും അറിയപ്പെട്ട നടിയാവുന്നു ഇല്ലേ? ഇപ്പൊ ഈ ഒരു ഡാൻസറായിട്ട് അരങ്ങിലേക്ക് വന്ന് പിന്നീട് സിനിമയിലോട്ടെത്തി. ഇപ്പൊ ഇതെങ്ങനെയാണ് ഇത് കാണുന്നത്, ഈ ഒരു സിറ്റുവേഷൻ? ഡാൻസ് അങ്ങനെ അത്ര വലിയ പ്രൊഫഷണൽ ഡാൻസർ ഒന്നും ആയിട്ടില്ല ഞാൻ. പിന്നെ അറിയപ്പെടുന്ന നടി എന്ന് പറയാനായിട്ട് അതും എനിക്ക് സംശയമുണ്ട്. കാരണം പലർക്കും ഇപ്പോഴും എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാന്ന് ചോദിക്കും. അല്ല, ഗോഡ് ഫോർ സെയിലിൽ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് അപ്പം ഈ പേര് പറയുമ്പോഴും അറിയില്ല. അപ്പം ഗോഡ് ഫോർ സെയിലിന്റെ കുട്ടി എന്ന് പറയുമ്പോ ആ കുട്ടിയല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഒന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഡാൻസ് പഠിച്ചതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അത് സിനിമയിൽ ഇപ്പം അഭിനയിക്കാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യും. കാരണം നമ്മളുടെ ഡാൻസിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അത് കണ്ണിൽ വരണം, കവിളിൽ വരണം, എല്ലാം വരണം. അതിങ്ങനെ നമ്മൾ പഠിക്കുമ്പം അത് ഒരുപാട് ഈസി ആണെന്ന് തോന്നുന്നു. അഭിനയിക്കാനായിട്ട് വരുമ്പോൾ അത് കുറെ കൂടി ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എനിക്ക്. അതൊരു ഇങ്ങനൊരു ആക്ട്രസ് എന്നുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇപ്പൊ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണ് സിനിമയിൽ വരാൻ പറ്റുക, സിനിമയുടെ ഭാഗമാവാൻ പറ്റുക, ഇതിൽ സക്സസ് ആവുക. എത്രയോ ആൾക്കാർ വന്നു പോകുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കിപ്പം സിനിമകൾ വരുന്നുണ്ട്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ട്രസ് ആവണം എന്ന് നേരത്തെ തന്നെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു? മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുമ്പം ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ചോദിക്കില്ലേ ആരാവാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോ എനിക്കപ്പം മനസ്സിലാദ്യം വരും എനിക്കൊരു ആക്ട്രസ് ആവണം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സെൻസിലെടുക്കുന്നറിയാത്തോണ്ട് എല്ലാം ഞാൻ ടീച്ചർ ആവണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇഷ്ടമായിരുന്നു, പണ്ടേ ഇഷ്ടമായിരുന്നു സിനിമ. ഒരു ആക്ട്രസ് ആവുക, നല്ലൊരു നടിയാവാന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. അത് ഒരു കാലത്ത് സിനിമയിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ ആക്ട്രസ് ധരിക്കുന്ന വേഷം, ആക്ടേഴ്സ് ധരിക്കുന്ന വേഷം, ഇതൊക്കെ ഒരുപാട് സാധാരണ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഇന്ന് അത് മാറി ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം തന്നെ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ്, കോസ്റ്റ്യൂംസ് അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസം അത് കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈൻ എന്നുള്ള ഒരു ഫീൽഡിന് സിനിമയും അതേപോലെ തന്നെ പബ്ലിക്കിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മള് ഫാഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, ഫാഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പം അതില് ഷീലാമ്മയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫുൾ സ്കേർട്ടും ഇത്രയും ഫുൾ സ്ലീവ് ഉള്ള ഒരു ടോപ്പും സെയിം അതിനെ തന്നെയാണ് ഇപ്പം വേറെ ഫാഷൻ ആണ് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ കാര്യമായ മാറ്റങ്ങൾ വന്നു എന്ന് അങ്ങനെയുള്ളതിൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചുരിദാർസിനാണെങ്കിൽ ചുരിദാർസിൽ ഒത്തിരി മോഡൽസ് വരുന്നുണ്ട്, പല എന്താ പറയുക അംബ്രല്ല കട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ എങ്കിലും അതൊരു 90s നമ്മൾ കണ്ടിട്ടുണ്ട് ഫുൾ ലെങ്ത് ആയിട്ടുള്ളത്. അത് സ്ട്രെയിറ്റ് ആയിരുന്നുള്ളൂ. ഇപ്പം അതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പം പുതിയ ഫാഷൻ അങ്ങനെയുള്ളൊരു ഫാഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാതെ വലിയ മാറ്റമൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു നടി എന്ന നിലയ്ക്ക് ഫാഷൻ എത്രമാത്രം ജ്യോതിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? നടി എന്നാവുമ്പോഴാണ് അവിടെ ഫാഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാരണം ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ്. സത്യത്തിൽ അതല്ല. എനിക്ക് വളരെ സിമ്പിളായിട്ട് ഡ്രസ് ചെയ്യാനും വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇനാഗ്രേഷന് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ മേക്കപ്പ് ചെയ്തേ പറ്റൂ. നല്ല ഡ്രസ് ഇഷ്ടമില്ലെങ്കിൽ കൂടിയിട്ടും മോഡേൺ ആയിട്ട് ചിലപ്പോൾ മോഡേൺ അല്ലെങ്കിൽ എന്താ പറയാ ഇഷ്ടമില്ലാത്ത പല ഡ്രസ്സുകളൊക്കെ നമുക്ക് ധരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അത് അങ്ങനെ ഏതെങ്കിലും ഡ്രസ് ഉണ്ടോ ഇഷ്ടമില്ലാതെ? എനിക്ക് മോഡേൺ ഡ്രസ്സുകൾ അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ വളരെ ക്ലാസിക്കൽ ഡ്രസ് ട്രഡീഷണലി സാരി ചുരിദാർ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പം ഒരു എന്താ പറയാ ജീൻസ് ടോപ്പ് അങ്ങനെയുള്ള ഇപ്പൊ നമ്മള് സാരിയൊക്കെ എടുത്ത് ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ എന്നുള്ളൊരു അപ്പം ഒരു ആക്ട്രസ് ആവുമ്പം അതിന്റെ ചേഞ്ചസ് അത് എല്ലാവരുടെ മുതൽ എന്തെങ്കിലും വന്നിട്ടുണ്ട് ഡ്രസ്സിന്റെ കാര്യത്തിലാണ്. സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇന്ന രീതിക്കുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്ന അങ്ങനെയൊക്കെ ഒരു അഭിപ്രായമുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകം? നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അനുസരിച്ചാണ്. മോഡേൺ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഭയങ്കര മോഡേൺ ഗ്ലാമറസ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാനത് ചെയ്യില്ല. ചെയ്യാൻ എനിക്ക് കംഫർട്ടബിൾ അല്ല അത്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ്യൂം എന്താണെന്ന് ഓൾറെഡി നമുക്ക് അറിയാം. പക്ഷെ അതിൽ ഈ സാരി വേണം ആ സാരി വേണം അല്ലെങ്കിൽ ആ സ്കേർട്ടും ബ്ലൗസും വേണം അങ്ങനെ നമ്മൾ പറയാറില്ല. അത് ഡയറക്ടേഴ്സിന്റെ ചോയ്സ് ആണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാരക്ടർ. അതിന്റെ അത് ആ ഒരു അതിൽ ഞാനൊന്നും പറയാറില്ല. പിന്നെ പേഴ്സണൽ ലൈഫിൽ വരുമ്പോ എങ്ങനെയാണ് ഓരോ ഡ്രസ്സ് എന്ന് പറയുമ്പോ? ഇപ്പൊ ട്രഡീഷണൽ എന്ന് പറഞ്ഞു, പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും പോകുമ്പോഴേ നമുക്ക് സാരി കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചുരിദാർ ഇടാൻ പറ്റില്ല. അപ്പൊ ആ ഒരു വ്യത്യാസം അതെങ്ങനെയാണ്? ഞാനിപ്പം സാധാരണ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചുരിദാർ യൂസ് ചെയ്യാറുള്ളൂ. ഫംഗ്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചുരിദാർ യൂസ് ചെയ്യാറുണ്ട്, സാരിയും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പം ലോങ് ജേർണിയൊക്കെ വരുമ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കുർത്ത ജീൻസ് അങ്ങനത്തെ യൂസ് ചെയ്യും. അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഇപ്പൊ ട്രാവലിംഗിന് ഇപ്പൊ ഈ ഒക്കേഷൻസ് അനുസരിച്ചൊന്നും പറഞ്ഞല്ലോ. അപ്പൊ ഓരോ ഒക്കേഷൻസിന് ഇങ്ങനെ ഒരു പെർസെപ്ഷൻ മൈൻഡിലുണ്ടോ? ഇപ്പൊ നമ്മളൊരു മാരേജിന് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റിന് പോകുന്നു, അപ്പോഴേ ഇന്ന രീതിക്കുള്ള ഡ്രസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ട്രാവലിന് ജീൻസ് ടോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുർത്തി ആ ഒരു ലെവലിലേക്ക്. അതേപോലെ വേറെ ഇപ്പൊ പേഴ്സണൽ ഇവന്റ്സ് വരുമ്പോ ഇതേപോലെ ഒരു ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലുള്ള അങ്ങനെയൊക്കെ വരുന്നതിൽ ഡ്രസ്സിന്റെ സെലക്ഷൻ പ്രത്യേകം മാറ്റാറുണ്ടോ? ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ ഒരു ചിന്തയേ ഇല്ല. അപ്പൊ മൊത്തം ഫ്രീ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും പോവാം. മേക്കപ്പ് ചെയ്യണ്ട, മുടിയൊന്നും അങ്ങനെ ഒന്നും എനിക്ക് മേക്കപ്പിനോട് വലിയ ഇഷ്ടമില്ല. പക്ഷെ ഇത് പറഞ്ഞില്ലേ ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ നമുക്ക് മേക്കപ്പ് ചെയ്യാതെ പറ്റില്ല. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ മേക്കപ്പ് ഇല്ല ഒന്നുമില്ലാതെ എന്താ കയ്യിൽ കിട്ടുന്ന അത് എടുത്തിട്ട് പോകും അങ്ങനെ. പക്ഷെ ഫാമിലിയിലൊക്കെ വരുമ്പോ കുറച്ച് നല്ല കളർഫുൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകും. ഫംഗ്ഷൻ വരുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് മറ്റുള്ളവരെ കുറച്ച് അട്രാക്ട് ചെയ്യുന്ന കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതും ചുരിദാർസ് തന്നെ. അങ്ങനെ മോഡേൺ എന്ന് പറയാനായിട്ട് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ഓരോ വേഷത്തിനനുസരിച്ച് ആഭരണങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെ വേഷത്തിന്റെ കൂടെ ഏതൊക്കെ ആഭരണങ്ങൾ ഇതൊക്കെ ഭയങ്കര പെർട്ടിക്കുലർ ആണോ? എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ് അത്. കാരണം എപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം സാരിയും ചുരിദാർസും ആയതുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന ട്രഡീഷണൽ അങ്ങനെയുള്ള ഓർണമെന്റ്സ് ആണ് ചൂസ് ചെയ്യാറ്. ജിംക്കീസ് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ അതാണ് എന്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള കളക്ഷനും ജിംകീസിന്റെ. എന്ത് ഡ്രസ്സ് എടുത്താലും അതിന് മാച്ച് ചെയ്യുന്ന ജിംകി വാങ്ങും. മാല അധികം ഇഷ്ടമല്ല, മാലയോട് അങ്ങനെ ക്രേസ് ഒന്നുമില്ല. വള, ജിംകി ഇതെല്ലാം ഭയങ്കര ക്രേസ് ആയിട്ടുള്ള സംഭവം. അത് ഞാൻ എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഇത് നമ്മുടെ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി ആസ് സച്ച് അതിനെ ഒരുപാട് മാറ്റാറുണ്ട്. അപ്പൊ ആ ഒരു രീതിക്ക് അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാറുണ്ട്, പലപ്പോഴും അത് അതിനെ താഴ്ത്താറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഒരു ഫീലിംഗ് ജ്യോതിക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് സത്യത്തില് എന്ത് ഡ്രസ്സാണ് എനിക്ക് മാച്ച് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു വർഷം മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ഭയങ്കര ബോറായിരുന്നു എന്റെ ഡ്രസ്സിങ് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒട്ടും മാച്ച് ചെയ്യാത്തതാണ് ജീൻസും ഈ ഷോർട്ട് ടോപ്പും, ഒട്ടും മാച്ച് ചെയ്യാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും എന്താ പറയാ, എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനത്തെ യൂസ് ചെയ്യുന്നു, അപ്പൊ ഞാനും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ എന്റെ ഒരു ഫ്രണ്ട്, പുതിയതായിട്ട് എനിക്ക് ഫിലിമിൽ വന്ന ഒരു ഫ്രണ്ട് വന്നിട്ട് എന്റെ അടുത്ത് കുറെ അതിനെ കുറിച്ച് പറഞ്ഞു തന്നു, എങ്ങനെയുള്ള ഡ്രസ്സിംഗ് ആണ് നിനക്ക് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നിട്ട് അത് ഞാൻ പിന്നെയാണ് കുർത്തീസ് എല്ലാം ചൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഏറ്റവും മാച്ച് ചെയ്യുന്നതും കുർത്തീസ് ആയിരുന്നു. അപ്പൊ അത് ഇട്ട് തുടങ്ങിയപ്പോ അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇടയ്ക്കുമ്പൊക്കെ ആയിട്ട് ചുരിദാഴ്സും അങ്ങനെയൊക്കെ ആയപ്പോ അതും നല്ല, അത് ഇന്ന കളേഴ്സ് എന്നിട്ട് നോക്കണം. ഒരു എന്താ പറയാ ഡിഫറെന്റ് കളർ ടോൺ ആണ് എന്റെ സ്കിന്നിന്റെ. അത് എന്താ പറയാ വെളുപ്പമല്ല കറുപ്പല്ല അങ്ങനെയുള്ളത്. അപ്പൊ അതിന്റെ ചില കളേഴ്സ് ഉണ്ട്, അതെല്ലാം നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ അത് ഇടുമ്പോ നമ്മള് കുറെ കൂടി കംഫർട്ടബിൾ ആണ്. നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് എന്താ പറയാ, ഒരാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഓക്കെ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റും. ഡ്രസ്സിന്റെ കാര്യത്തിൽ കോൺഷ്യസ് ആയിപ്പോ അയ്യോ ഇവിടെ അവിടെ പ്രശ്നമുണ്ടോ, ആൾക്കാർ നോക്കുമ്പോ ഈ പ്രശ്നം ഉണ്ടായിട്ടാണോ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഇല്ല. കോൺഫിഡന്റ് ഉണ്ട്, ഞാൻ ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഇപ്പൊ സാരി അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ സാരി ഞാൻ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ യൂസ് ചെയ്യുള്ളൂ. സാരീന്റെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ നമുക്ക് സാരി ചൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മോഡൽ സാരി പറ്റില്ലല്ലോ, ഹെവി വർക്ക് അത് ഇതൊക്കെ ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെ. അത് ഉടുക്കുന്ന സ്റ്റൈൽ, അതെ ഉടുക്കുന്ന ഇപ്പം എത്ര വെറൈറ്റി ആയിട്ട് സാരി, പല്ലു വരുമ്പോ ആ വഴിക്ക് ഈ വഴിക്കെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ സാരീന്റെ കുറച്ച് എന്താ പറയാ, അങ്ങനെ വലിയ ഫംഗ്ഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോഴേ സാരി പ്രിഫർ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ചുരിദാർസ് തന്നെ. പിന്നെ ഇതല്ലാതെ ഇനിയിപ്പോ സിനിമാ രംഗത്ത് എത്തിപ്പെട്ടു, ഇനി കൂടുതൽ റോളുകൾ ചെയ്യാൻ വരുമ്പോൾ അതിനകത്ത് ഗ്ലാമറസ് റോൾസും ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പൊ അത് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ വിചാരിക്കുന്നത്, എങ്ങനത്തെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാനദണ്ഡങ്ങൾ പ്രത്യേകിച്ച് ഗ്ലാമറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ. ഇപ്പൊ നമുക്ക് സാരി തന്നെ ഗ്ലാമർ ആയിട്ട് ഉടുക്കാൻ പറ്റും. അതിനെ യൂസ് ചെയ്യുന്ന രീതിയാണ്, സ്റ്റൈലില് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളൊരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറെ നമ്മൾ എടുക്കുള്ളൂ. നമുക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാം. പക്ഷെ ഇപ്പം ഡോട്ടി പിക്ചറിലെ വിദ്യ ചേച്ചി ചെയ്തൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്യാറുണ്ട്, ഷോർട്ട് സ്കേർട്ട് യൂസ് ചെയ്യും. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ ഓൾറെഡി ഞാൻ ഒരു ക്യാരക്ടർ വരുമ്പോൾ പറയും ഇങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല എന്ന് പറയുമ്പോ ഓക്കെ. അല്ലാതെ ആ ക്യാരക്ടറിന് മസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല എന്നൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തോന്നും. അല്ലാതെ ഇതുവരെ എനിക്ക് വന്ന ക്യാരക്ടേഴ്സ് എല്ലാം നാടൻ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോ ആ ഒരു ടെൻഷൻ ഇതുവരെ വന്നിട്ടില്ല എനിക്ക്. വരികയാണെങ്കിൽ ഞാൻ ഗ്ലാമറസ് എന്തായാലും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നത്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രേസ് ആണല്ലോ, അങ്ങനെ തന്നെയാണോ ജ്യോതിക്കും? തീർച്ചയായിട്ടും. എന്താ ഇപ്പൊ ഇന്നലെ പോയി ഒരു ഷോപ്പിംഗ് കഴിഞ്ഞേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഡ്രസ്സ് കിട്ടിയാലും വേണ്ട എന്ന് പറയില്ല. ഓർണമെന്റ്സ് എത്ര വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനോട് ക്രേസ് തീരില്ല. ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോപ്പിംഗ്. ഒരുപാട് നടത്താറുണ്ട്. പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഷോപ്പിങ്ങിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഏതൊക്കെ ഷോപ്സ് ആണ്? ഞാനിപ്പം പ്രോപ്പർ തൃശ്ശൂരാണ്. തൃശ്ശൂര് എന്താ പറയാ, മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടണമെങ്കിൽ തൃശ്ശൂർ കുറവാണ് ശരിക്കും. അത് നമ്മള് എറണാകുളം തന്നെ പോകണം. മോഡേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോഡേൺ കുർത്തീസ് അങ്ങനെയുള്ള ജീൻസിന്റെ ടോപ്സ് ഒക്കെ എറണാകുളത്ത് നിന്ന് കിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ സാരി ചുരിദാറെല്ലാം ഞാൻ
പോവാറുള്ളത് 2 ഷോപ്പിലാണ്. ഒന്ന് ജയലക്ഷ്മി, തൃശ്ശൂർ ജയലക്ഷ്മി. എന്റെ ഫ്ലാറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ജയലക്ഷ്മി കാണാം, അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ MK സിൽക്സ്. ഈ 2 സ്ഥലത്താണ് ഷോപ്പിംഗ് മെയിൻ ആയിട്ട് പോവാറുള്ളത്. പിന്നെ ട്രാവലൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടല്ലോ, അപ്പൊ ഒരുപാട് ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോ അവിടുത്തെ ആ ഒരു സ്റ്റൈൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ കേരളത്തില്? ഞാൻ അങ്ങനെ അധികം ട്രാവൽ ചെയ്തിട്ടില്ല, അതാണ് സത്യം. എനിക്ക് ഷൂട്ട് വന്നിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ പാലക്കാട് നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ കോതമംഗലം, ഈ ഒരു ഏരിയ വിട്ടിട്ട് എനിക്ക് വേറെ എവിടെ ഷൂട്ട് വന്നിട്ടില്ല. പിന്നെ ആലപ്പി. അപ്പൊ അവിടെ ഒന്നും അങ്ങനെ പിന്നെ ട്രാൻഡ്രം പോയപ്പം അവിടെ ഇങ്ങനെ കുറച്ച് എന്താ പറയാ ബീച്ച് സൈഡിലൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബാഗ്സ്, ടോപ്സ്, അങ്ങനത്തെ ആക്സസറീസ് മാത്രം അങ്ങനെയുള്ളത് കണ്ടു, അങ്ങനത്തെ വാങ്ങിച്ചു. അല്ലാതെ പുറത്ത് പിന്നെ കേരളം വിട്ട് ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല ഇന്ത്യയില്. പിന്നെ ഖത്തറിലാണ് പോറാ, അവിടെ പിന്നെ നമ്മളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒന്നേ അല്ല, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് ഡ്രസ്സാണ് കൂടുതൽ ഇടാൻ താല്പര്യം? കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചുരിദാർ. നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും, കവർ ചെയ്തെല്ലാം നന്നായിട്ട് എനിക്ക് തോന്നിയുള്ളത്. പിന്നെ ഇഷ്ടം കുർത്തി, ജീൻസ്. ലെഗിൻസിന്റെ കൂടെ അല്ല, ജീൻസിന്റെ കൂടെ കുർത്തി യൂസ് ചെയ്യാൻ. പക്ഷെ ട്രാവലിംഗിനാണ് അത് സുഖമാണ്. അതൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മളുടെ ചുരിദാറൊക്കെ ചിലത് ഭയങ്കര വെയിറ്റ് ഒക്കെ ഉണ്ടാവും, വർക്കും ഹെവി വർക്കൊക്കെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഇതാവുമ്പം ഫുൾ നമ്മളുടെ ബോഡിയിൽ ഡ്രസ് കൊണ്ട് ഒരു ഫീൽ വരില്ലല്ലോ. അപ്പൊ അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത് രണ്ടും ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്.